നമസ്കാരം. 4Gയിൽ നിന്നും 5Gയിലേക്ക് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരുത്താൻ വേണ്ടി താരിഫ് നിരക്കുകൾ കൂട്ടുന്നു, റീചാർജ് നിരക്ക് കൂട്ടുന്നു, ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നു. ടെലികോം കമ്പനികളായിട്ടുള്ള VI, എയർടെൽ, ജിയോ എന്നിവയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ടെലികോം കമ്പനികളുടെ റീചാർജ് കൂട്ടുന്ന നടപടി അത് അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. കാര്യം, റീചാർജ് തുക വർദ്ധിപ്പിച്ചാൽ പുതിയ അപ്ഡേഷന് വേണ്ടി നൽകിയിരിക്കുന്ന കോടികളുടെ അഡ്വാൻസ് തുക തിരിച്ചു പിടിക്കാമെന്ന് കരുതിയിട്ടാണ് ടെലികോം കമ്പനികൾ ഇത്തരത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തങ്ങളുടെ കമ്പനിയുടെ റീചാർജ് സിസ്റ്റം വളരെ രീതിയിൽ വലിയ നിരക്കിലേക്ക് ഉയർത്തിയത്. ഉപഭോക്താക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ ഇവിടെ ഇയർലി പ്ലാനിൽ മാറ്റമുണ്ടാകില്ല എന്നതടക്കമുള്ള പ്ലാനുകളൊക്കെ നടപ്പാക്കിക്കൊണ്ടായിരുന്നു ടെലികോം കമ്പനികളായിട്ടുള്ള VI, എയർടെൽ, ജിയോ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ റീചാർജ് നിരക്ക് കൂട്ടിയത്. പക്ഷേ റീചാർജ് നിരക്ക് കൂടിയതോടെ ഉപഭോക്താക്കൾക്ക് പണിയാകുമെന്നതായിരുന്നു കരുതിയതെങ്കിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അതായത് ഇത് പണിയായി മാറിയിരിക്കുന്നത് ടെലികോം കമ്പനികൾക്ക്. കാരണം റീചാർജ് ഓപ്ഷൻ കൂടിയതോടെ ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന BSNLിലേക്കാണ് ഉപഭോക്താക്കളെല്ലാം കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വൻ കുതിപ്പുമായിട്ടാണ് BSNL മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് റെക്കോർഡുകൾ വ്യക്തമാക്കുന്നത്. ജിയോ, എയർടെൽ, VI എന്നീ കമ്പനികളിൽ നിന്ന് BSNLിലേക്ക് വരുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഈ ഒരു ചുരുങ്ങിയൊരു സമയം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലേക്ക് പോർട്ടിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. സ്വകാര്യ മൊബൈൽ സേവനദാതാക്കളായിട്ടുള്ള ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയതിന് പിന്നാലെയാണ് BSNLിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള വരിക്കാരുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയത് എന്നത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജൂലൈ 10 മുതൽ 17 വരെയുള്ള കാലയളവിൽ BSNLിൽ നിന്നും വിട്ടുപോയത് 5831 പേരാണെങ്കിൽ മറ്റ് കമ്പനികളിൽ നിന്ന് വന്നത് 5921 പേരാണ് എന്നതാണ് കണക്ക്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ BSNLിലേക്ക് വരിക്കാരായി എത്തിയിരിക്കുന്നത്. ഇവിടെ 1107 പേർ വന്നു എന്നതാണ് സൂചന. BSNL വിട്ട് മറ്റ് കമ്പനികളിലേക്ക് ചേക്കേറിയത് ഏകദേശം 459 പേർ മാത്രമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കുറവ് ആളുകൾ BSNLിലേക്ക് വന്നിട്ടുണ്ട്. BSNL 4G വിപണിയിലേക്ക് പുത്തൻ കുതിപ്പിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് 15,000 കോടി രൂപയുടെ കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. രാജ്യത്തെ 1000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു കരാർ. എന്തായാലും സർക്കാർ സ്ഥാപനമായിട്ടുള്ള BSNLിൽ ലോട്ടറി അടിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഈ ടെലികോം കമ്പനികൾ താരിഫ് നിരക്ക് കൂട്ടി എന്നുള്ള ഈ ഒരു സാഹചര്യം. കാരണം ഉപഭോക്താക്കൾ വലിയ രീതിയിൽ BSNL ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി മറ്റു വഴികളൊന്നുമില്ല എങ്കിൽ ടെലികോം കമ്പനികൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന നിരക്ക് കുറയ്ക്കേണ്ടി വരും. എങ്കിലേ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഉപഭോക്താക്കളെ തിരിച്ച് പിടിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ടെലികോം കമ്പനികൾ ചെന്നെത്തിയിരിക്കുന്നത്.